ഡെയിലി എക്സ്പെൻസ് കൂടി വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടി കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 14,000 രൂപയാണ് ഡൽഹി എത്തുന്നവരെ എൻ്റെ അടുത്തുനിന്ന് ചിലവായത്. വെൽക്കം ടു ഡേ 5 ഓഫ് കേരള ടു ലഡാക്ക് സോളോ റൈഡ്. ഇപ്പം നമ്മൾ രാജസ്ഥാനിലുള്ള ജയ്പൂർ സിറ്റിയിലാണ്. ഒരു ചായയും കുടിച്ച് നേരെ തിരിച്ച് റൂമിലേക്ക് വന്നു. അത്യാവശ്യം നല്ല വൃത്തിയുള്ള റൂമായിരുന്നു. 1000 ബഡ്ജറ്റിൽ വരുന്ന റൂംസ് ആയിരുന്നു ഞാൻ ചൂസ് ചെയ്യാറ്. പക്ഷേ ഇത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. 1500 ആയി. ഏകദേശം ഡെയിലി 3000 റുപ്പീസ് ആണ് എക്സ്പെൻസ് വരുന്നത്, ഇൻക്ലൂഡിംഗ് പെട്രോൾ ആൻഡ് റൂം. ബാഗെല്ലാം പാക്ക് ചെയ്ത് പോകാൻ വേണ്ടി റെഡിയായി. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ. അത്യാവശ്യം നല്ല ഹോട്ടലാണ്. ചെയിൻ ലൂബ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഇതുവരെ 2276 കിലോമീറ്റർ ആണ് കവർ ചെയ്തത്. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇവിടുന്ന് നമ്മൾ ഡൽഹിയിലേക്കാണ് പോകുന്നത്. അടുത്ത പെട്രോൾ പമ്പിൽ നിന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. ഇത് കണ്ടോ, ഗ്ലൗസ് ഇട്ടിട്ട് എനിക്ക് ബ്ലാക്ക് വൈസർ ഇതുപോലെ താഴ്ത്താൻ പോലും ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് ബട്ടൺ നിൽക്കാനും. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഊരിയിട്ടിട്ട് വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ ഹൈവേയിൽ കൂടെ ഹൈ സ്പീഡിൽ പോകുന്ന സമയത്ത് വൈസറിന്റെ ഒരു സൈഡ് ഊരിപ്പോയി. ഞാൻ വിചാരിച്ച അടുത്ത പണി കിട്ടിയെന്ന്, വൈസറിന്റെ ഒരു സൈഡ് പൊട്ടിയെന്ന്. പക്ഷെ പൊട്ടിയതല്ല, മൗണ്ടിൽ നിന്ന് വിട്ടുപോയതാണ്. അങ്ങനെ അത് ഫിക്സ് ചെയ്തിട്ട് വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 4 hours ആണ് ഡൽഹിക്ക് കാണിക്കുന്നത്. ഡൽഹിയിൽ സിസ്റ്ററും അളിയനും ഉണ്ട്. നേരെ അവരുടെ അടുത്തേക്കാണ് പോകുന്നത്. ഡൽഹി എത്തുന്നവരെ നല്ല കിടിലൻ റോഡായിരുന്നു. പക്ഷേ ഡൽഹി എത്തിയതിനു ശേഷം ഗൂഗിൾ മാപ്പ് ഷോർട്ട് കട്ട് ആണെന്ന് പറഞ്ഞ് വേറെ ഏതൊക്കെയോ വഴി കൂടെ കൊണ്ടുപോയി. ഈ കാണുന്ന ഫ്ലൈ ഓവറിന്റെ മുകളിലൂടെയായിരുന്നു പോകേണ്ടത്, പക്ഷെ അടിയിലൂടെ ആയിപ്പോയി. അങ്ങനെ നമ്മളൊരു റെയിൽവേ ക്രോസിങ്ങിന് അവിടെ എത്തി. നല്ല ചൂടായിരുന്നു. 2 ട്രെയിൻ പോകാൻ വേണ്ടി കാത്തു നിന്നു. അപ്പോഴേക്കും ഫുള്ള് ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഇതുവരെ ബ്ലോക്കും ട്രാഫിക്കും ഒന്നും അങ്ങനെ കിട്ടിയില്ല. ഡൽഹി എത്തിയതിനു ശേഷമാണ് ഇതുപോലെയുള്ള ട്രാഫിക്കും ബ്ലോക്കും കിട്ടിയത്. അങ്ങനെ സിസ്റ്ററെ വീടിന്റെ തൊട്ടടുത്തെത്തി. ഒന്ന് വിശ്രമിക്കാന്ന് വിചാരിച്ച് വന്ന് കയറിയതാണ് ഞാൻ. പക്ഷെ നാളെ ഇവിടെ ഒരു പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് അളിയ എന്നെയും പിടിച്ചു കൊണ്ടുപോയി കുറെ സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഫിഷ് കട്ട് ചെയ്യുന്നത്. ചിക്കൻ ലോലിപോപ്പിന് വേണ്ടിയുള്ള ചിക്കനാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഇതുവരെ കഴിച്ച ചിക്കൻ ലോലിപോപ്പ് ഒക്കെ ചിക്കൻ്റെ ലെഗ്സ് അല്ല, ചിക്കൻ്റെ വിങ്സ് ഇതുപോലെ മടക്കി പൊട്ടിച്ച് സെറ്റാക്കി എടുക്കുന്നതാണെന്ന്. പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങി നേരെ ഫ്ലാറ്റിലേക്ക് പോയി TV ഓണാക്കി നെറ്റ്ഫ്ലിക്സും കണ്ട് കിടന്നുറങ്ങി.